ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെറ്റൽ നോസിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് ആണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുത്ത കുറച്ച് ഡെക്കറേഷൻസ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് നോസിൽസ് വെച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് നമ്മൾ പെറ്റൽ നോസിൽ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട്. പെറ്റൽ നോസിൽ കൊണ്ട് ചെയ്ത സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ ഇത് 2 kgയുടെ കേക്കാണ് കേട്ടോ. 2 kgയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള കേക്കാണ്. ഒരു 16th ബർത്ത്ഡേയുടെ കേക്കായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഡിസൈനൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 kgയുടെ കേക്ക് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പർപ്പിൾ ഷെയ്ഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്ക് ഫിനിഷിംഗ് കോട്ട് ചെയ്തിട്ട് മുകളിൽ പർപ്പിൾ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്തു കേട്ടോ. സൈഡിൽ പർപ്പിൾ കളർ ഒന്ന് ടച്ച് ചെയ്തിട്ട് പാലറ്റ് നൈഫ് ഡിസൈനാണ് ചെയ്തെടുത്തത്. പിന്നെ കുറച്ചും കൂടെ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്ത് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്ലവർ നെയിൽ എടുത്തിട്ടുണ്ട്. ഇനി പെറ്റൽ നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പർപ്പിൾ കളർ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആദ്യം ഒരു ബേസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പതുക്കെ ഓരോ പെറ്റൽസായിട്ട് വരച്ചു കൊടുക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഫ്ലവർ നെയിൽ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ എത്രയാണോ നമുക്ക് ഫ്ലവറിൻ്റെ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രീമിലേക്ക് ആ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്രീം വെച്ച അവിടെ അല്ലല്ലോ ഫ്ലവർ വെച്ചതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലവർ നെയിലും കുറച്ച് ക്രീം വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ പെറ്റൽസ് വരച്ചെടുത്തത്. അപ്പോൾ നമ്മൾ കേക്കിനകത്ത് വെക്കുന്ന സമയത്ത് ഒരുപാട് ഹൈറ്റായി നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ക്രീമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ലീവ്സ് വെച്ച് ചെയ്ത് കൊടുക്കാം. ഗാർഡൻ ഗ്രീനാണ് കേട്ടോ ഞാൻ കളർ യൂസ് ചെയ്തിരിക്കുന്നത്. ലീഫ് നോസിൽ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുറച്ച് ക്രീം അവിടെ വീണു പോയിട്ടോ. അപ്പോൾ അത് നമ്മളൊരു നൈഫ് വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഇത് 16th ബർത്ത്ഡേയുടെ കേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു 60 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മുകളിലായിട്ട് വെച്ച് കൊടുത്തു. ഇനി 1000 ജന്മദിനാശംസകൾ അമ്മ എന്നായിരുന്നു കേട്ടോ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ മോള് ഇവിടെ നാട്ടിലില്ല, തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞൊരു ഓർഡറായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മളെ ഫോണ്ടൻറ്റിൽ ജെൽ കളർ വെച്ച് എഴുതിയിട്ട് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേക്കിൻ്റെ മുകൾ വശം പ്ലെയിനായി കിടക്കുന്നതുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ കൊടുത്തു. എന്നിട്ട് കുറച്ച് ഷുഗർ ബോൾസും കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ താഴെയായിട്ട് ബോർഡർ കൊടുത്തില്ലേ, അതിലും ഇതേപോലെ ഗോൾഡൻ ഫ്ലേക്സ് വെച്ചിട്ടൊന്ന് കുറച്ച് വിട്ടിട്ടൊന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഒരു ഇത് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. സിമ്പിളാണ്, എന്നാൽ ഫ്ലവറൊക്കെ വരുമ്പോൾ കുറച്ച് ഗ്രാൻഡും ആണല്ലേ. അടുത്തത് നമുക്ക് 1 kg ഒരു സ്ക്വയർ കേക്കായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്രീം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കളറ് ടെറാക്കോട്ട കളറ് ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതേ നമ്മൾ ഒരു 3 ഫ്ലവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. പിന്നെ ലീവ്സ് ഇതേപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ ലീവ്സ് നമ്മൾ ആ ഒരു സൈഡ് ഫില്ല് ചെയ്ത് കൊടുത്തു. താഴെ നമ്മൾ ആ ഒരു ക്രീം വെച്ചിട്ട് ചെറിയൊരു ബോർഡറും കൂടെ കൊടുത്തു കേട്ടോ. ഗണേഷ് വെച്ച് പേര് എഴുതി കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ. അടുത്തത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അത് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു 3 ഫ്ലവർ കൊടുത്തിട്ട് പിന്നെ കുറച്ച് പെറ്റൽസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. താഴെ പേൾ വർക്കിൻ്റെ ഒരു ബോർഡറും കൂടെ കൊടുത്തു. പിന്നെ ഈ ഫ്ലവറിൻ്റെ അവിടെ നമ്മൾ ഗ്രീൻ കളറ് ക്രീം വെച്ചിട്ട് ലീവ്സും കൂടെ വരച്ച് കൊടുത്തു. ഫോണ്ടൻറ്റിൽ പേരും കൂടെ ഒന്ന് എഴുതി വെച്ച് കൊടുത്തു കേട്ടോ. നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഫോണ്ടനിൽ ജെൽ കളർ വെച്ചിട്ടാണ് പേര് എഴുതി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതേ 1-2 ഷുഗർ ബോൾസും കൊണ്ട് ഇട്ടിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു. ഇതാട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അതുപോലെ നമ്മൾ അന്നത്തെ ദിവസം ചെയ്തൊരു കേക്കാട്ടോ, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇതേ കേക്ക് ഫിനിഷിംഗ് കോട്ട് ചെയ്തിട്ട് നമ്മൾ മുകളിൽ ഗണാഷ് കവർ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. മുകളിൽ ഗണേഷ് കൊടുത്തിട്ട് സൈഡിൽ ഡ്രിപ്പിംഗ് ഡിസൈനാണ് കൊടുക്കുന്നത്. പാലറ്റ് നൈഫ് ഡിസൈനും മുകളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിന് മുൻപിൽ ചെയ്ത കേക്ക് പോലെ 1-2 ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. നമ്മൾ കേക്കിൻ്റെ മുകളിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്, ഫ്ലവർ നെയിൽ യൂസ് ചെയ്തിട്ടല്ല കേട്ടോ. ഇതേപോലെ ഓരോ പെറ്റൽസായിട്ട് വരച്ച് എടുക്കുക. നമ്മൾ ഓരോ പെറ്റൽസ് കൊടുക്കുന്നതിനനുസരിച്ച് ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത് ചെറിയ 1-2 ഫ്ലവേഴ്സും പിന്നെ പെറ്റൽസ് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മളിത് ഫോണ്ടനിലാണ് പേര് എഴുതി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ഷുഗർ ബോൾസ് വലിയ ടൈപ്പും ചെറിയ ടൈപ്പൊക്കെ ഇട്ടിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തൊരു ഹാഫ് കെ.ജിയുടെ കേക്കാണ്. കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമ്മൾ പെറ്റൽ നോസിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 5 പെറ്റലല്ല വരച്ചു കൊടുത്തു, കുറച്ചും കൂടെ കൂടുതൽ പെറ്റൽസ് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിലെ ഒരു ലെയറും കൂടെ ഇതേപോലെ ഒരു ലെയറും കൂടെ വരച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഒരു 3 ഫ്ലവേഴ്സ് അതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഫ്ലവേഴ്സാണ്, ഹാഫ് കെ.ജിയുടെ കേക്കാണല്ലോ. ഇനി നമുക്ക് കുറച്ച് മെഹന്തി ഡിസൈൻ ആയാലോ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. കുറച്ച് ലൈൻസ് ഇട്ടിട്ട് കയ്യിൽ നമ്മൾ മെഹന്തി ഇടുന്ന പോലെ കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തു. ആ ഫ്ലവേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ സെൻറ്ററിൽ കുറച്ച് പിങ്ക് കളർ കൊടുത്തു കേട്ടോ. ആഷും പിങ്കും കൂടെ കോമ്പിനേഷൻ ഉണ്ടാവും പറഞ്ഞിട്ട് ചെയ്തതാണ്. വലിയ കുഴപ്പമില്ല അല്ലേ. പിന്നെ ഇത് താഴെ ഞാനൊരു ബോർഡർ കൊടുത്തു. പിന്നെ നമ്മുടെ ആ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൂടെ ഗ്രീൻ കളറിൽ ചെറിയ ലീവ്സും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്ത് പേരൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നപ്പോൾ കാണാൻ വലിയ കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഏതെങ്കിലും ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.